ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ഗോവൻ സ്വീറ്റ് ഡിഷാണ് കേട്ടോ. ദൊധോൽ എന്നാണ് അവർ പറയുന്നത്. ഇത് ആക്ച്വലി ഉണ്ടാക്കുന്നത് ഒരു ഗോവൻ പാം ജാഗരി വെച്ചിട്ടാണ്. കുറച്ചും കൂടെ കറുത്ത കളറായിരിക്കും കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പകരം നമ്മളുടെ ഇവിടെ കിട്ടുന്ന ജാഗരി ഉണ്ടല്ലോ, വെള്ള ജാഗരി കൊണ്ടിട്ടാണ് ഞാനിന്നിവിടെ ദൊധോൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഏകദേശം ഒരു അലുവേര ഒരു ടേസ്റ്റൊക്കെ വരും. പക്ഷേ അത്രയും വലിവുണ്ടാവത്തില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഏകദേശം 3 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അളവ് ഏകദേശ കണക്കാണ് കേട്ടോ. ഇത്തിരി കൂടിയും കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കാനില്ല. അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 300 ഗ്രാമോളം ശർക്കര ഉരുക്കി അരിച്ചെടുത്താണ് കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊരു 200 ഗ്രാമോളം അരിപ്പൊടി നമ്മൾ നല്ലപോലെ അരിച്ചൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ട കെട്ടിയാലും സാരില്ല, നമ്മളിത് ലാസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട. ഇതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ലേശം ഉപ്പ്, ആ ഒരു സ്വീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലേശം ഉപ്പും ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിനി ഇത് ഫ്രൈങ് പാനിൽ വെച്ചിട്ടാണ് കുറുക്കേണ്ടത്. അടുക്കി പിടിക്കാതെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഫ്രൈങ് പാൻ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാനൊരു അരിപ്പയിലൂടെ ഇത് അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ ഈ അരിപ്പൊടിയുടെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം കൈ എടുക്കാണ്ട് നമ്മളിപ്പോൾ അരിപ്പൊടിയൊക്കെ കുറുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് കട്ടിയായി വരുമ്പം 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഞാനത് വീഡിയോ വിട്ടുപോയി. പിന്നീട് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് പിന്നെയും 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 4-5 പ്രാവശ്യം ഞാൻ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ. അപ്പം നമ്മൾ അലുവ ഉണ്ടാക്കുന്ന അതേ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്തോ കുറച്ചൊരു കട്ടി പോലെ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പരുവായി. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു തുടങ്ങും. ഈ സമയത്ത് ഞാനിവിടെ കാഷ്യൂനട്ട് നുറുക്കിയത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ഒരു 1-2 മണിക്കൂർ അപ്പോഴേക്കും നല്ലപോലെ സെറ്റാവും. നല്ലപോലെ തണുത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബൗളിൽ ചൂടോടുകൂടിയും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പാം ജാഗരിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ബ്ലാക്ക് കളറാണ് വരുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു ജാഗരിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഒരു കളറാണ് കിട്ടുന്നത് കേട്ടോ. എന്ത് തന്നെയായിരുന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പുതിയ ഡിഷ് ട്രൈ ചെയ്യുന്നവർക്ക് ഇതെന്തായിരുന്നാലും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.